ജെറമിയ അധ്യായം 21. സെദക്കിയ രാജാവ് മൽക്കിയയുടെ മകനായ പാഷൂറിനെയും മാസയായുടെ മകനായ പുരോഹിതൻ സഫനിയായെയും ജെറമിയയുടെ അടുക്കൽ അയച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം. ജെറമിയ അവരോട് പറഞ്ഞു, സെദക്കിയായോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽദായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ. നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും. ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോഷത്തോടെ, കോപത്തോടെ, ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും. മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയാൽ മരിക്കും. അതിനുശേഷം ഞാൻ യൂദാ രാജാവായ സെദക്കിയായെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെയും അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവനെ തേടി വരുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവനവരെ വാളിനിരയാക്കും. ദയയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ജനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ജീവന്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. നഗരത്തിൽ തങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും. എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽദായർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും. യുദ്ധത്തിൻ്റെ സമ്മാനമെന്ന നിലയിൽ അവന് തൻ്റെ ജീവൻ കിട്ടും. എന്തെന്നാൽ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും. അവൻ അത് അഗ്നിക്കിരയാക്കും. യൂദാ രാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക, കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദാവീദിൻ്റെ ഭവനമേ, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും. ആർക്കും ശമിപ്പിക്കാനാവാത്ത വിധം അത് ആളിക്കത്തും. സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവരെ, ഞാൻ നിങ്ങൾക്കെതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ആര് ഞങ്ങൾക്കെതിരെ വരും? ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും. അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ചു കളയും. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ അധ്യായം 22. കർത്താവ് അരുളി ചെയ്യുന്നു. നീ യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക, ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂദാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ എന്ന് പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു. നീതിയും ന്യായവും നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയുമരുത്. ഈ വാക്ക് അന്യോന്യം അനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഈ വാക്കനുസരിച്ചില്ലെങ്കിൽ ഞാനാണെ ഈ കൊട്ടാരം നാശക്കൂമ്പാരമായി തീരും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു,
നീ എനിക്ക് ഗിലെയാദ് പോലെയും ലബനോൻ കൊടുമുടി പോലെയുമാണ്. എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും, ഒരു വിജന നഗരം. നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു. നിന്റെ അതിവിശിഷ്ട ദേവദാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും. ഈ നഗരത്തിനടുത്തൂടെ അനേകം ജനതകൾ കടന്നുപോകും. ഓരോരുത്തനും അയൽക്കാരനോട് ചോദിക്കും, ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും. മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട, എന്നാൽ നാടുവിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളുരുകി കരയുവിൻ. ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല. ജോസിയയുടെ മകനും യൂദാ രാജാവുമായ ഷല്ലൂം തൻ്റെ പിതാവായ ജോസിയായിക്ക് പകരം നാടുവാണു. ഈ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു. അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഇനിയൊരിക്കലും മടങ്ങി വരികയില്ല. അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും. ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല. അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശക്തൻ. വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു. അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവനെല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു. അന്നെല്ലാം നന്നായിരുന്നു. എന്നെ അറിയുക എന്നാൽ ഇതുതന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അതുകൊണ്ട് ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കീമിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ എൻ്റെ സഹോദര, ഹാ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല. ഹാ എൻ്റെ യജമാനനെ, ഹാ എൻ്റെ പ്രഭോ എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയുമില്ല. കഴുതയെപ്പോലെ ആയിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറൂസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ലബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക, ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ. അബാറിമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക, നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു. നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. ചെറുപ്പം മുതലേ നീ എൻ്റെ വാക്ക് കേട്ടില്ല. നിന്റെ ഇടയന്മാരെ കാറ്റ് പറപ്പിക്കും, നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും. അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും. ദേവദാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി ലബനോനിൽ വസിക്കുന്നവളെ ഈറ്റുനോവ് കൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക? കർത്താവ് അരുളി ചെയ്യുന്നു, യഹോയാക്കീമിൻ്റെ മകനും യൂദാ രാജാവുമായ കോണിയ എൻ്റെ വലതു കൈയിലെ മോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു. നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ, നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെയും കൽദായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും. നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വെച്ച് നീ മരിക്കും. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല. ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണോ? അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിന് ചുഴറ്റിയെറിയപ്പെടുന്നു? ഓ ദേശമേ, ദേശമേ, ദൈന്യദേശമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, സന്തതിയില്ലാത്തവനെന്നും
ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതി തള്ളുക. ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്നതിനും യൂദയായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല. ജെറമിയ അധ്യായം 23. എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങളവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാടുകടത്തി എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. പ്രവാചകന്മാരെക്കുറിച്ച് എൻ്റെ ഹൃദയം തകരുന്നു, അസ്ഥികൾ ഇളകുന്നു. വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ. ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു. ശാപം നിമിത്തം നാട് വിലപിക്കുന്നു. മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു. അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ്. പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും. അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സമറിയയിലെ പ്രവാചകന്മാരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിവിഴപ്പിച്ചു. ജെറൂസലമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയാനകമായൊരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു. അവർ എനിക്ക് സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറൂസലമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു. അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നദ്ധിയിൽ നിന്നിട്ടുള്ളത്?
അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ തലയിൽ അതാഞ്ഞടിക്കും. കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല, എന്നിട്ടും അവർ ഓടി നടന്നു. ഞാൻ അവരോട് സംസാരിച്ചില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു. എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും? തങ്ങളുടെ പിതാക്കന്മാർ ബാല്യനെ പ്രതി എൻ്റെ നാമം വിസ്മരിച്ചതുപോലെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ. എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്തു പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഞാൻ അവരെ അയച്ചില്ല, അധികാരപ്പെടുത്തിയുമില്ല. അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്താണ് ഫലമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് ആ ഭാരം. ഞാൻ നിങ്ങളെ വലിച്ചെറിയും. കർത്താവിൻ്റെ ഭാരം എന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ്, കർത്താവ് നൽകുന്ന ഉത്തരമെന്ത്? കർത്താവ് അരുളി ചെയ്തത് എന്ത്? കർത്താവിൻ്റെ ഭാരം എന്ന് നിങ്ങൾ ഇനിയൊരിക്കലും പറയരുത്. ഓരോരുത്തനും അവനവൻ്റെ വാക്ക് തന്നെ ഭാരമായി തീരും. എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. കർത്താവ് നിനക്ക് എന്ത് പ്രത്യുത്തരം നൽകി? കർത്താവ് എന്താണ് അരുളി ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ഭാരം എന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ അത് തന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും. ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാത്ത അവമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും. ജെറമിയ അധ്യായം 24. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യഹോയാക്കീമിൻ്റെ മകനും യൂദാ രാജാവുമായ യെഖോനിയായെയും യൂദായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും
ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നാടുകടത്തിയതിനു ശേഷം കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ, ദേവാലയത്തിന് മുൻപിൽ 2 കുട്ട അത്തിപ്പഴം. ഒരു കുട്ടയിൽ ആദ്യം മൂത്തുപഴുത്ത മേൽത്തരം അത്തിപ്പഴം, മറ്റേ കുട്ടയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങൾ. നല്ലത് വളരെ നന്ന്, മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂദാനിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെപ്പോലെ നല്ലവരായി കരുതും. ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതു കളയുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. എന്നാൽ യൂദായിലെ രാജാവായ സെദക്കിയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറുസലംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ ബീഭത്സവസ്തുവായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവുമായിരിക്കും. അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്ത് നിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയക്കും. ജെറമിയ അധ്യായം 25. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ 1-ാം ഭരണവർഷം, യൂദാ ജനത്തെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ജെറമിയ പ്രവാചകൻ യൂദായിലെ ജനത്തോടും ജെറുസലം നിവാസികളോടും പറഞ്ഞു, യൂദാ രാജാവും ആമോന്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം മുതൽ ഇന്നുവരെ 23 വത്സരം ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടാവുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടുകൂടി അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ കേട്ടില്ല. കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടപെടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക. എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം. അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത്. നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്, കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നെബൂഖദ്നേസറിനെയും ഞാൻ വിളിച്ചു വരുത്തും. ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും. ഞാൻ അവരെ ഒരു ബീഭത്സവസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവുമാക്കും. ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസത്തിമിർപ്പും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും നീക്കിക്കളയും. ഈ ദേശം നശിച്ച് ശൂന്യമാകും. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും.
70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും കർത്താവ് അരുളിച്ചെയ്യുന്നു. ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജെറമിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും. അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക. അവർ അത് കുടിക്കും. ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടുന്ന് എന്നെ ആരുടെ അടുക്കലേക്ക് അയച്ചോ ആ ജനതകളെല്ലാം കുടിപ്പിച്ചു. ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസവിഷയവും അവജ്ഞാപാത്രവുമാക്കേണ്ടതിന് ജെറൂസലം, യൂദായിലെ നഗരങ്ങൾ, അവയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഈജിപ്തിലെ രാജാവ് ഫറവോ, അവൻ്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, ജനം, അവരുടെ ഇടയിലുള്ള വിദേശീയർ, ഊസ് ദേശത്തിലെ രാജാക്കന്മാർ, ഫിലിസ്ത്യരുടെ അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്ദോദിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ, ഏദോം, മോവാബ്, അമ്മോന്യർ, ടൈറിലും സീദോനിലും കടലിനക്കരെയുമുള്ള ദ്വീപുകളിലുമുള്ള രാജാക്കന്മാർ, ദദാൻ, തേമ, ബുസ്, ചെന്നിമുണ്ടനം ചെയ്യുന്നവർ, അറേബ്യയിലെ രാജാക്കന്മാർ, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ, സിമ്രി, ഏലാം, മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ, ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും. അവസാനം ബാബിലോൺ രാജാവും കുടിക്കും. നീ അവരോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കുടിച്ചു മതിച്ച് ഛർദ്ദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾത്തലയാൽ വീഴുക. നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം, നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ? നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാ, ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക. കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. തൻ്റെ അജഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല ഭൂവാസികൾക്കുമെതിരെ അവിടുത്തെ ശബ്ദമായിരുന്നു. അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങിക്കേൾക്കാം. കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു. അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കിടക്കും. ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. വയലിൽ വളം വിതറിയതുപോലെ അവർ കിടക്കും. ഇടയന്മാരെ, അലമുറയിട്ട് നിലവിളിക്കുവിൻ. അജപാലകരെ, ചാരത്തിൽ കിടന്നുരുളുവിൻ. നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു. കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും. ഇടയന്മാർക്ക് ഓടി ഒളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല. ഇതാ, ഇടയന്മാർ നിലവിളിക്കുന്നു, അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു. എന്തെന്നാൽ
കർത്താവ് മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നാശകൂമ്പാരമായിരിക്കുന്നു. സിംഹം ഗുഹ വിട്ടിറങ്ങിയിരിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരതയും അവൻ്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. Chapter 21. The message which came to Jeremiah from the Lord when King Zedekiah sent him Pashur, son of Malchiah, and the priest Zephaniah, son of Maaseiah, with this request: Inquire for us of the Lord, because Nebuchadnezzar, king of Babylon, is attacking us. Perhaps the Lord will deal with us according to all his wonderful works, so that he will withdraw from us. But Jeremiah answered them, This is what you shall report to Zedekiah. Thus says the Lord, the God of Israel, I will turn back in your hands the weapons with which you intend to fight the king of Babylon and the Chaldeans who besiege you outside the walls. These weapons I will pile up in the midst of this city, and I myself will fight against you with outstretched hand and mighty arm, in anger and wrath and great rage. I will strike the inhabitants of this city, both man and beast. They shall die in a great pestilence. After that, says the Lord, I will hand over Zedekiah king of Judah and his ministers and the people in this city who survive pestilence, sword, and famine, into the hand of Nebuchadnezzar king of Babylon, into the hands of their enemies and those who seek their lives. He shall strike them with the edge of the sword, without quarter, without pity or mercy. And to this people you shall say, Thus says the Lord, See, I am giving you a choice between life and death. Whoever remains in this city shall die by the sword, or famine, or pestilence. But whoever leaves and surrenders to the besieging Chaldeans shall live and have his life as booty. For I have turned against this city for its woe and not for its good, says the Lord. It shall be given into the power of the king of Babylon, who shall burn it with fire. To the royal house of Judah, hear the word of the Lord, O house of David. Thus says the Lord, Each morning dispense justice, rescue the oppressed from the hand of the oppressor, lest my fury break out like fire which burns without being quenched. Because of the evil of your deeds, beware. I am against you, valley site, rock of the plain, says the Lord. You who say, Who will attack us? Who can penetrate our retreats? I will punish you, says the Lord, as your deeds deserve. I will kindle a fire in its forest that shall devour all its surroundings. Chapter 22. The Lord told me this: Go down to the palace of the king of Judah, and there deliver this message. You shall say, Listen to the word of the Lord, king of Judah, who sit on the throne of David, you, your ministers, and your people that enter by these gates. Thus says the Lord, Do what is right and just. Rescue the victim from the hand of his oppressor. Do not wrong or oppress the resident alien, the orphan, or the widow, and do not shed innocent blood in this place. If you carry out these commands, kings who succeed to the throne of David will continue to enter the gates of this palace, riding in chariots or mounted on horses, with their ministers and their people. But if you do not obey these commands, I swear by myself, says the Lord, this palace shall become rubble. For thus says the Lord concerning the palace of the king of Judah, Though you be to me like Gilead, like the peak of Lebanon, I will turn you into a waste, a city uninhabited. Against you I will send destroyers, each with his axe. They shall cut down your choice cedars and cast them into the fire. Many people will pass by this city and ask one another, Why has the Lord done this to so great a city? And the answer will be given, Because they have deserted their covenant with the Lord their God by worshipping and serving strange gods. Weep not for him who is dead, mourn not for him. Weep rather for him who is going away. Never again will he see the land of his birth. Thus says the Lord concerning Shallum, son of Josiah, king of Judah, who succeeded his father as king. He has left this place never to return. Rather he shall die in the place where they exiled him. This land he shall not see again.
Woe to him who builds his house on wrong, his terraces on injustice, who works his neighbor without pay and gives him no wages, who says, I will build myself a spacious house with airy rooms, who cuts out windows for it, panels it with cedar, and paints it with vermilion. Must you prove your rank among kings by competing with them in cedar? Did not your father eat and drink? He did what was right and just, and it went well with him. Because he dispensed justice to the weak and the poor, it went well with him. Is this not true knowledge of me? Says the Lord. But your eyes and heart are set on nothing except on your own gain, on shedding innocent blood, on practicing oppression and extortion. Therefore, thus says the Lord concerning Jehoiakim, son of Josiah, king of Judah, They shall not lament him, alas, my brother, alas, sister. They shall not lament him, alas, Lord, alas, majesty. The burial of an ass shall he be given, dragged forth and cast out beyond the gates of Jerusalem. Scale Lebanon, and cry out. In Bashan lift up your voice. Cry out from Abarim, for all your lovers are crushed. I spoke to you when you were secure, but you answered, I will not listen. This has been your way from your youth, not to listen to my voice. The wind shall shepherd all your shepherds, your lovers shall go into exile. Surely then you shall be ashamed and confounded because of all your wickedness. You who dwell on Lebanon, who nest in the cedars, how you shall groan when pains come upon you like the pangs of a woman in travail. As I live, says the Lord, if you, Coniah, son of Jehoiakim, king of Judah, are a signet ring on my right hand, I will snatch you from it. I will deliver you into the hands of those who seek your life, the hands of those whom you fear, the hands of Nebuchadnezzar, king of Babylon, and the Chaldeans. I will cast you out, you and the mother who bore you, into a different land from the one you were born in, and there you shall die. Neither of them shall come back to the land for which they yearn. Is this man Coniah a vessel despised to be broken up, an instrument that no one wants? Why are he and his descendants cast out? Why thrown into a land they know not? O land, 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 hear the word of the Lord. Thus says the Lord, write this man down as one childless, who will never thrive in his lifetime. No descendant of his shall achieve a seat on the throne of David as ruler again over Judah. Chapter 23. Woe to the shepherds who mislead and scatter the flock of my pasture, says the Lord. Therefore, thus says the Lord, the God of Israel, against the shepherds who shepherd my people. You have scattered my sheep and driven them away. You have not cared for them, but I will take care to punish your evil deeds. I myself will gather the remnant of my flock from all the lands to which I have driven them, and bring them back to their meadow. There they shall increase and multiply. I will appoint shepherds for them who will shepherd them, so that they need no longer fear and tremble, and none shall be missing, says the Lord. Behold, the days are coming, says the Lord, when I will raise up a righteous shoot to David. As king he shall reign and govern wisely. He shall do what is just and right in the land. In his days Judah shall be saved. Israel shall dwell in security. This is the name they give him, the Lord our justice. Therefore the days will come, says the Lord, when they shall no longer say, As the Lord lives, who brought the Israelites out of the land of Egypt, but rather, As the Lord lives, who brought the descendants of the house of Israel up from the land of the north, and from all the lands to which I banished them they shall again live on their own land. Concerning the prophets, my heart within me is broken, my bones all tremble. I am like a man who is drunk, overcome by wine, because of the Lord, because of his holy words. With adulterers the land is filled, on their account the land mourns, the pasture ranges are seared. Theirs is an evil course, theirs is unjust power. Both prophet and priest are godless. In my very house I find their wickedness, says the Lord. Hence their way shall become for them slippery ground. In the darkness they shall lose their footing and fall headlong.
Evil I will bring upon them, the year of their punishment, says the Lord. Among Samaria's prophets I saw unseemly deeds. They prophesied by Baal, and led my people Israel astray. But among Jerusalem's prophets I saw deeds still more shocking, adultery, living in lies, siding with the wicked, so that no one turns from evil. To me they are all like Sodom, its citizens like Gomorrah. Therefore thus says the Lord of hosts against the prophets, Behold, I will give them wormwood to eat, and poison to drink. For from Jerusalem's prophets ungodliness has gone forth into the whole land. Thus says the Lord of hosts, Listen not to the words of your prophets, who fill you with emptiness. Visions of their own fancy they speak, not from the mouth of the Lord. They say to those who despise the word of the Lord, Peace shall be yours, and to every one who walks in hardness of heart, no evil shall overtake you. Now, who has stood in the counsel of the Lord to see him and to hear his word? Who has heeded his word so as to announce it? See the storm of the Lord, his wrath breaks forth in a whirling storm that bursts upon the heads of the wicked. The anger of the Lord shall not abate until he has done and fulfilled what he has determined in his heart. When the time comes, you shall fully understand. I did not send these prophets, yet they ran. I did not speak to them, yet they prophesied. Had they stood in my counsel, and did they but proclaim to my people my words, they would have brought them back from evil ways and from their wicked deeds. Am I a God near at hand only, says the Lord, and not a God far off? Can a man hide in secret without my seeing him, says the Lord? Do I not fill both heaven and earth, says the Lord? I have heard the prophets who prophesy lies in my name say, I had a dream, I had a dream. How long will this continue? Is my name in the hearts of the prophets who prophesy lies and their own deceitful fancies? By their dreams which they recount to each other, they think to make my people forget my name, just as their fathers forgot my name for Baal. Let the prophet who has a dream recount his dream. Let him who has my word speak my word truthfully. What has straw to do with the wheat, says the Lord? Is not my word like fire, says the Lord, like a hammer shattering rocks? Therefore I am against the prophets, says the Lord, who steal my words from each other. Yes, I am against the prophets, says the Lord, who borrow speeches to pronounce oracles. Yes, I am against the prophets who prophesy lying dreams, says the Lord, and who lead my people astray by recounting their lies and by their empty boasting. From me they have no mission or command, and they do this people no good at all, says the Lord. And when this people, or a prophet, or a priest asks you, What is the burden of the Lord? You shall answer, You are the burden, and I cast you off, says the Lord. If a prophet or a priest or anyone else mentions the burden of the Lord, I will punish that man and his house. Thus you shall ask, when speaking to one another, What answer did the Lord give? Or what did the Lord say? But the burden of the Lord you shall mention no more. For each man his own word becomes the burden, so that you pervert the words of the living God, the Lord of hosts, our God. Thus shall you ask the prophet, What answer did the Lord give? Or what did the Lord say? But if you ask about the burden of the Lord, then thus says the Lord, Because you use this phrase, the burden of the Lord, though I forbade you to use it, therefore I will lift you on high and cast you from my presence, you and the city which I gave to you and your fathers. And I will bring upon you eternal reproach, eternal, unforgettable shame. Chapter 24. The Lord showed me 2 baskets of figs placed before the temple of the Lord. This was after Nebuchadnezzar king of Babylon had exiled from Jerusalem Jeconiah son of Jehoiakim king of Judah, and the princes of Judah, the artisans and the skilled workers, and brought them to Babylon. 1 basket contained excellent figs, the early ripening kind, but the other basket contained very bad figs, so bad they could not be eaten. Then the Lord said to me, What do you see, Jeremiah?
Figs, I replied. The good ones are very good, but the bad ones very bad, so bad they cannot be eaten. Thereupon this word of the Lord came to me, Thus says the Lord, the God of Israel, Like these good figs, even so will I regard with favor Judah's exiles, whom I sent away from this place into the land of the Chaldeans. I will look after them for their good, and bring them back to this land, to build them up, not to tear them down, to plant them, not to pluck them out. I will give them a heart with which to understand that I am the Lord. They shall be my people, and I will be their God, for they shall return to me with their whole heart. And like the figs that are bad, so bad they cannot be eaten, yes, thus says the Lord, even so will I treat Zedekiah king of Judah and his princes, the remnant of Jerusalem remaining in this land, and those who have settled in the land of Egypt. I will make them an object of horror to all the kingdoms of the earth, a reproach and a byword, a taunt and a curse in all the places to which I will drive them. I will send upon them the sword, famine, and pestilence, until they have disappeared from the land which I gave them and their fathers. Chapter 25. The word that came to Jeremiah concerning all the people of Judah in the 4th year of Jehoiakim, son of Josiah, king of Judah, the 1st year of Nebuchadnezzar, king of Babylon. This word the prophet Jeremiah spoke to all the people of Judah and all the citizens of Jerusalem. Since the 13th year of Josiah, son of Ammon, king of Judah, to this day, these 23 years, the word of the Lord has come to me, and I spoke to you untiringly, but you would not listen. Though you refuse to listen or pay heed, the Lord has sent you without fail all his servants the prophets, with this message, Turn back, each of you, from your evil way and from your evil deeds. Then you shall remain in the land which the Lord gave you and your fathers, from of old and forever. Do not follow strange gods to serve and adore them, lest you provoke me with your handiwork, and I bring evil upon you. But you would not listen to me, says the Lord, and so you provoked me with your handiwork to your own harm. Hence, thus says the Lord of hosts, since you would not listen to my words, lo, I will send for and fetch all the tribes of the north, says the Lord, and I will send to Nebuchadnezzar king of Babylon my servant. I will bring them against this land, against its inhabitants, and against all these neighboring nations. I will doom them, making them an object of horror, of ridicule, of everlasting reproach. Among them I will bring to an end the song of joy and the song of gladness, the voice of the bridegroom and the voice of the bride, the sound of the millstone and the light of the lamp. This whole land shall be a ruin and a desert. 70 years these nations shall be enslaved to the king of Babylon. But when the 70 years have elapsed, I will punish the king of Babylon, and the nation, and the land of the Chaldeans for their guilt, says the Lord. Their land I will turn into everlasting desert. Against that land I will fulfill all the words I have spoken against it, all that is written in this book which Jeremiah prophesied against all the nations. They also shall be enslaved to great nations and mighty kings, and thus I will repay them according to their own deeds and according to their own handiwork. For thus says the Lord, the God of Israel, to me, Take this cup of foaming wine from my hand, and have all the nations to whom I will send you drink it. They shall drink and be convulsed and go mad, because of the sword I will send among them. I took the cup from the hand of the Lord and gave drink to all the nations to which the Lord sent me, Jerusalem, the cities of Judah, her kings and her princes, to make them a ruin and a desert, an object of ridicule and cursing, as they are today. Pharaoh king of Egypt and his servants, his princes, all the people under him, native and foreign, all the kings of the land of Uz, all the kings of the land of the Philistines, Ashkelon, Gaza, Ekron, and the remnant of Ashdod, Edom, Moab, and the Ammonites, all the kings of Tyre, of Sidon, and of the shores beyond the sea, Didon, and Tema, and Buz, all the desert dwellers who shave their temples, all the kings of Arabia, all the kings of Zimri, of Elam, of the Medes, all the kings of the north, near and far, one after the other,
all the kingdoms upon the face of the earth, and after them the king of Shishak shall drink. Tell them, Thus says the Lord of hosts, the God of Israel, Drink, become drunk and vomit, fall, never to rise, before the sword that I will send among you. If they refuse to take the cup from your hand and drink, say to them, Thus says the Lord of hosts, You must drink. For since with this city which is called by my name I begin to inflict evil, how can you possibly be spared? You shall not be spared. I will call down the sword upon all who inhabit the earth, says the Lord of hosts. Prophesy against them all these things, and say to them, The Lord roars from on high, from his holy dwelling he raises his voice. Mightily he roars over the range, a shout like that of vintagers over the grapes. To all who inhabit the earth, to its very ends, the uproar spreads. For the Lord has an indictment against the nations. He is to pass judgment upon all mankind. The godless shall be given to the sword, says the Lord. Thus says the Lord of hosts, Lo, calamity stalks from nation to nation, a great storm is unleashed from the ends of the earth. On that day, those whom the Lord has slain will be strewn from one end of the earth to the other. None will mourn them, none will gather them for burial. They shall lie like dung on the field. Howl, you shepherds, and wail. Roll in the dust, leaders of the flock. The time for your slaughter has come. Like choice rams you shall fall. There is no flight for the shepherds, no escape for the leaders of the flock. Listen, wailing from the shepherds, howling by the leaders of the flock. For the Lord lays waste their grazing place. Desolate lie the peaceful pastures. The lion leaves his lair, and their land is made desolate by the sweeping sword, by the burning wrath of the Lord.